സൂര്യപ്രകാശം പോലും എത്തി നോക്കാത്ത ആഴക്കടലിന്റെ ഇരുട്ടറയിൽ നിന്ന് ശാസ്ത്രജ്ഞർക്ക് ഒരു സ്വർണ്ണഗോളം ലഭിച്ചാൽ എങ്ങനെയുണ്ടാകും? ഗൾഫ് ഓഫ് അലാസ്കയിൽ 2 മൈൽ താഴ്ചയിൽ നിന്ന് അത്തരമൊരു വിചിത്ര വസ്തു കണ്ടെത്തി. ശാസ്ത്രലോകത്തെ 2 വർഷം വട്ടം കറക്കിയ ആ നിഗൂഢ പ്രതിഭാസത്തിന്റെ ചുരുളഴിഞ്ഞിരിക്കുകയാണ്. സംഭവം നടക്കുന്നത് അലാസ്ക ഉൾക്കടലിലാണ്. സമുദ്രോപരിതലത്തിൽ നിന്ന് 2 മൈലധികം താഴെ കൊടും തണുപ്പുള്ള ഇരുണ്ട ലോകത്തിലൂടെ ഡീപ് ഡിസ്കവർ എന്ന റോബോട്ടിക് വാഹനം നീങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് ആ ക്യാമറയിൽ ആ കാഴ്ച പതിഞ്ഞത്. ഒരു പാറക്കെട്ടിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തിളങ്ങുന്ന സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഗോളാകൃതിയിലുള്ള വസ്തു. ഏകദേശം 4 ഇഞ്ച് വ്യാസമുണ്ടായിരുന്ന ആ സ്വർണ്ണഗോളം കണ്ട് ശാസ്ത്രജ്ഞർ അമ്പരന്നു. ഒറ്റ നോട്ടത്തിൽ എന്തെങ്കിലും ജീവിയുടെ മുട്ട, അല്ലെങ്കിൽ സമുദ്രത്തിലെ ഒരു അപൂർവ സ്പോഞ്ച്, അതുമല്ലെങ്കിൽ ഇതുവരെയും തിരിച്ചറിയാത്ത പ്രത്യേകതരം പവിഴപ്പുറ്റു തുടങ്ങിയ നിഗമനങ്ങളിലായിരുന്നു ശാസ്ത്രജ്ഞർ ഉണ്ടായിരുന്നത്. ഒടുവിൽ ഇതിന്റെ നിഗൂഢത തേടി സാമ്പിളുകൾ സ്മിത്സോണിയൻ നാഷണൽ മ്യൂസിയത്തിലേക്ക് അയച്ചു. പക്ഷേ സാധാരണ ടെസ്റ്റുകളെയെല്ലാം തോൽപ്പിച്ച് ഈ സ്വർണ്ണഗോളം 2 വർഷത്തോളം ശാസ്ത്രലോകത്തെ കുഴപ്പിച്ചു. ഒടുവിൽ നടത്തിയ സങ്കീർണമായ DNA പരിശോധനകളിലും മൈക്രോസ്കോപ്പിക് പഠനങ്ങളിലും കോറലുകളിൽ കാണപ്പെടുന്ന സിനിസോസൈറ്റുകൾ എന്ന വിഷകോശങ്ങൾ ഇതിൽ കണ്ടെത്തി. തുടർന്ന് നടത്തിയ അത്യാധുനിക വേൾ ജീനോം സീക്വൻസ് വഴി ആ സത്യം പുറത്തു വന്നു. ഇതൊരു മുട്ടയല്ല, മറിച്ച് ആഴക്കടലിൽ 6 അടിയോളം നീളമുള്ള ടെന്റിക്കിളുകളുമായി ജീവിക്കുന്ന റെലികാന്തസ് ഡാഫ്നിയ എന്ന ഭീമൻ കടൽ ആണിമോണിന്റെ ശരീരഭാഗമായിരുന്നു. ആഴക്കടലിൽ 6 അടിയോളം നീളമുള്ള ടെന്റിക്കിളുകളുമായി ജീവിക്കുന്ന വിചിത്ര ജീവിയാണ് റെലികാന്തസ് ഡാഫ്നിയ. ഇവയെ പാറകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന അവയുടെ ശരീരത്തിന്റെ അടിഭാഗത്ത് ക്യൂട്ടിക്കിൾ എന്നറിയപ്പെടുന്ന ഒരു തരം പാളിയുണ്ട്. ഈ പാളിയാണ് പര്യവേഷകർക്ക് ലഭിച്ച ആ സ്വർണ്ണഗോളം. ശാസ്ത്രലോകം ചിന്തിച്ചതിനും അപ്പുറമുള്ള രഹസ്യങ്ങൾ ഇപ്പോഴും കടലിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്.